ആക്ച്വലി ഞങ്ങളുടെ മൂവിയിൽ ഇൻഫോ പാർക്കിലൊരു 2014 സെല്ലുലോയിഡ് കോമ്പറ്റീഷന് വേണ്ടിയിട്ടാണ് ഞങ്ങളിത് ചെയ്തത്. അപ്പം ഞങ്ങളുടെ പ്രോസസ്സിൽ നിന്ന് തന്നെ ചെയ്തതുകൊണ്ട് ഞങ്ങൾക്ക് ആ ബഡ്ജറ്റും ഒരു പ്രൊഡ്യൂസറൊക്കെ പുറത്തുനിന്ന് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ഒരു മാനേജർ ഉണ്ടായിരുന്നു, ജീവൻ വർഗീസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആളാണ് ഇത് മൂവിയുടെ പ്രൊഡ്യൂസർ. അപ്പം ഞങ്ങൾ ആളോടൊരു ബഡ്ജറ്റ് പറഞ്ഞായിരുന്നു, ഞങ്ങൾക്ക് പൈസയും തന്നു. പിന്നെ പക്ഷേ അത് വിട്ടു പോയപ്പോൾ ഞങ്ങൾക്ക് ആളോട് പോയി ചോദിക്കാനൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ. പിന്നെ ഒരാളെ അങ്ങനെ യൂട്ടിലൈസ് ചെയ്യാനും പറ്റത്തില്ല. ഇത് കോമ്പറ്റീഷൻ ആയതുകൊണ്ട് പ്രൈസ് കിട്ടുമെന്ന് ഉറപ്പില്ല. ഞങ്ങളുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് കുറവ് ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ബാലൻസ് വന്ന പൈസ ഞങ്ങൾ തന്നെ, ഒരു ക്രൂ ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് 4 പേരാണ് ഞങ്ങൾ ഉണ്ടായിരുന്നത്, ഓഫീസിൽ നിന്ന് തന്നെ ഉള്ളവരാണ്. ഞങ്ങൾ ഷെയർ ചെയ്തത്. ഇതുപോലെയൊക്കെയാണ് ഇവരൊക്കെ ചെയ്തിരിക്കുന്നത്, ഷെയർ ചെയ്തെടുക്കുകയാണ്. പക്ഷേ ഈ നടുക്കിരിക്കുന്ന ഒരു വ്യക്തി ഷെയർ ഒന്നുമില്ല. എന്നോട് പറഞ്ഞു, എനിക്ക് മലയാളവും ഇംഗ്ലീഷും അല്ല, മലയാളം കുറച്ചേ അറിയത്തുള്ളൂ, ഇംഗ്ലീഷാണ് ഫ്ലുവൻ്റ് ആയിട്ട്, ഞാൻ NRI ആണ്, കാശൊക്കെ ഉള്ള ആളാണ് എന്നൊക്കെയാണ് എന്നോട് തുടക്കത്തിൽ തന്നെ പറഞ്ഞത്. ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. മലയാളവും അതെ, നിങ്ങൾ പറ, NRI എന്ന് പറഞ്ഞില്ലേ? പറഞ്ഞില്ലേ? അപ്പേ അമ്മയെ ദുബായിക്ക് പോയത് എന്റെ കുറ്റമല്ല. ഇന്ന് NRIക്ക് വന്നിട്ടുള്ള ഒരു പ്രവാസി ദിനമാണെന്ന്. ഇന്ന് ശരിക്കും ഇയാളുടെ പടം ഫീമെയിലിനകത്തേക്ക് പോയെന്ന് മാത്രമേ ഉള്ളൂ. ഇയാളൊരു NRI ആയിട്ടാണ് അപ്ലൈ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ 5ഓളം സിനിമകള് പ്രവാസികളുടെ സിനിമ കാണിക്കുന്നുണ്ട്. മറുനാടൻ സിംഗപ്പൂരിൽ നിന്ന് ഒരു ഫാമിലി തന്നെ വന്നിട്ടുണ്ട്. അയാൾ ഡയറക്റ്റ് ചെയ്ത് ഈസ് ഹിയർ. സോ ഹീസ് ഫിലിം വിൽ ബി സ്ക്രീൻഡ് ഒന്ന് ഉച്ച കഴിഞ്ഞിട്ട് ചെയ്യും. നമ്മൾ ഇതിനു വേണ്ടി അത് ബ്രേക്ക് കൊടുത്തിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം വന്ന് റോഷൻ ആൻഡ്രൂസ് എല്ലാം വരുന്നുണ്ട്. ജോഷി, ഹൈബി ഈഡൻ എല്ലാം വന്നിരുന്നു അല്ലേ? ഇന്നലെ മോഹൻലാലും മഞ്ജുവാരും സത്യനന്ദിക്കാടും വന്ന് ഇവർക്ക് വേണ്ടിയിട്ട് ഫീമെയിലില് സാറേ മസ്റ്റായിട്ട് വരണം. കാരണം അവരുടെയൊക്കെ പിൻഗാമികളല്ലേ ഇരിക്കുന്നത്. അല്ല, അതല്ല, ഇന്നലെ മഞ്ജുവിനും അത് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര താല്പര്യമായിരുന്നു. ഇന്നലെ രാവിലെയാണ് ഞാൻ മഞ്ജുവിനോട് പറയുന്നത് തന്നെ, കുറച്ച് മുമ്പ്, ഒരു 2 മണിക്കൂർ മുമ്പ് തന്നെ, ഇങ്ങനെ ഇന്ന് ഈ ഫീമെയിൽ ഇതിൻ്റെ ഉണ്ട്, നമ്മൾ ആ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ നിന്ന് വന്ന് പോകണമെന്ന് പറഞ്ഞപ്പോൾ അപ്പം തന്നെ അക്സെപ്റ്റ് ചെയ്തത്. വേറെ ഇതൊന്നുമില്ല. കാരണം എവരിബഡി ഈസ് ലുക്കിംഗ് ഫോർവേഡ് ഫോർ ദിസ് മൂമെൻറ്റ്. ഈ ഫീമെയിൽ ഫിലിം മേക്കേഴ്സ് മലയാള സിനിമയിലേക്ക് കടന്നു വരുന്നതിന് വലിയൊരു സാധ്യത ഇവിടെ തുറന്നിട്ടുണ്ട്. മറ്റേത് ഇൻഡസ്ട്രിയേക്കാളും കൂടുതൽ സാധ്യത ഇവിടെ തുറന്നിട്ടുണ്ട്. അതിന് ഒരുപക്ഷെ കാരണം 2 ഡയറക്ടേഴ്സാണ്. ഒന്ന് ഗീതു മോഹൻദാസിൻ്റെ പടം ഇപ്പോൾ ഓസ്കാർ നോമിനേഷൻ പോയിട്ടുണ്ട് ഇന്ത്യയിൽ നിന്ന്. മറ്റൊന്ന് കൊമേഴ്സ്യലായിട്ട് ഭയങ്കര ഹിറ്റായിട്ടുള്ള അഞ്ജലി മേനോൻ്റെ സിനിമ. അപ്പോൾ വളരെയധികം പ്രതീക്ഷകൾ ജനങ്ങളുടെ ഇടയിലുണ്ട്. ഇന്നലത്തെ ഞാൻ ക്രൗഡ് കണ്ടപ്പോൾ ഫീമെയിൽ ഫിലിം മേക്കേഴ്സിന് വന്നിട്ടുള്ള വലിയൊരു സാധ്യത തുറന്നു തന്നിട്ടുണ്ട് ഇവിടെ. ഇനി നമ്മൾ ഇതിനു വേണ്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഇവരെ കൂടുതൽ ട്രെയിനിങ്ങും കൂടുതൽ ഇവർക്ക് സിനിമയുടെ സാങ്കേതികത്വങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ചുമതല നമുക്കുണ്ടെന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടായി. ഇന്നലെ ഞങ്ങൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ടീം മീറ്റിംഗ് ഇന്നലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് പലരും ഇതിനകത്തില്ലെങ്കിൽ പോലും മറ്റ് ഇപ്പോൾ ദിവ്യ, കവിത, അങ്ങനെയുള്ള സോണിയ, അവരെല്ലാം വന്ന് ഇതിനകത്തേക്ക് ഇൻവോൾവ് ചെയ്തുകൊണ്ട് ഈ മൂവ്മെൻറ്റ്, ഇവരൊരു വിമൺ ഫിലിം മേക്കർ ഫോറം ഇതിനകത്ത് ഈ കൊച്ചി മെട്രോ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഉണ്ടാക്കുകയും കൂടുതൽ ടെക്നിക്കൽ ആൻഡ് ട്രെയിനിങ് പ്രോഗ്രാം നമ്മൾ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇതൊരു ആഗ്രഹമാണ്. ഇന്നലെ ഇവരുടെ എല്ലാം ഫിലിമുകളെ വന്നിട്ട് നമുക്ക് യോജിപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് തിരഞ്ഞെടുത്ത ഒരു 5 സിനിമകളെ നമുക്ക് വന്നിട്ട് ഒരു തിയേറ്റർ റിലീസ് ചെയ്യാൻ പറ്റുമെന്ന്. അല്ലെങ്കിൽ ഇപ്പം ഇരിക്കുന്ന ഈ ഫെസ്റ്റിവലിലുള്ള 10 പേരുടെ അല്ലെങ്കിൽ 10 മിനിറ്റ് ആയിട്ടുള്ള സിനിമകളായിട്ട് വന്നിട്ട് നമുക്ക് അങ്ങനെ ഒരു 1.5 മണിക്കൂർ നേരം 2 മണിക്കൂർ നേരമുള്ള സിനിമയ്ക്കായിട്ട് ഇപ്പോൾ കേരള കഫേ പോലെ ഈ ഫീമെയിൽ ഫിലിം മേക്കേഴ്സിൻ്റെ വന്നിട്ടുള്ള ഫിലിമുകളെ നമുക്കൊരു തിയേറ്റർ റിലീസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ചിന്തയും ഇന്നലെ വന്ന് ചോദ്യത്തിൽ വന്നായിരുന്നു. എന്തായാലും അതൊക്കെ നടക്കട്ടെ, നടക്കണം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. മെട്രോ ഷോർട്ട് ഫിലിമിൽ കൂടി ഞങ്ങൾക്ക് ഇവിടെ ഈ പ്ലാറ്റ്ഫോമിൽ, ഇത്രയും ഒരു വലിയ പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കുവാനും, അല്ലെങ്കിൽ അതിൻ്റെ ചെയർമാനായി മോഹൻലാൽ സാറിനൊപ്പം ഇന്നലെ നിന്ന് നമുക്ക് നിൽക്കാനും എല്ലാം പറ്റിയത്. അത് സാറ് ആണെങ്കിലും പറഞ്ഞു, മോഹൻലാൽ സാർ പറഞ്ഞത് ഞാനും ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അത് ആക്ട് ചെയ്തിട്ടുണ്ടെന്ന് സാറ് മോഹൻലാൽ സാർ പറഞ്ഞു. ലാലേട്ടൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. റീഫ്രഷ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷോർട്ട് ഫിലിം പുള്ളി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമുക്കതൊരു സന്തോഷമാണ്. സത്യൻ സാർ ആണെങ്കിലും ചെയർമാനാണ് അദ്ദേഹം. ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കേണ്ടത് ഇതെല്ലാം. കാരണം ഇത് വളരെ ഉദ്ദേശിച്ചു. ഇപ്പം ഇതിൻ്റെ തന്നെ നമ്മൾ അവാർഡിനായിട്ട് തന്നെ വലിയൊരു
ഒരു ഈവൻ്റായിട്ട് നടത്താനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് കൂടാതെ ഇന്നലെ ലാലുവായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തപ്പോഴത്തേക്കും ആസ് എ ഫെസ്റ്റിവൽ ഡയറക്ടർ ഞാൻ ഐ ഹാവ് ടു റിപ്പോർട്ട് ടു ചെയർമാൻ ആക്ച്വലി. ഇതിൽ നിന്നൊരു പാക്കേജ് നമ്മൾ കേരളത്തിലെ എല്ലാ ഡിസ്ട്രിക്റ്റിലും കൊണ്ടുപോകുന്നുണ്ട്. അത് ക്യാമ്പസിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ സ്ക്രീൻ ചെയ്യുക. പുള്ളി സജസ്റ്റ് ചെയ്ത് ക്യാമ്പസിനുള്ളിലേക്ക് കയറുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ക്യാമ്പസിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും തിരഞ്ഞെടുത്ത ഒരു ക്യാമ്പസിനെ നമ്മൾ തിരഞ്ഞെടുക്കുകയും അവിടെ 2 ദിവസത്തെ ഈ കൊച്ചി മെട്രോ മലയാളം ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ വന്നിരിക്കുന്ന തിരഞ്ഞെടുത്ത പടങ്ങൾ, ഇപ്പോൾ ഫീമെയിൽ ഒരു പാക്കേജ് ഉണ്ട്, മറുനാടൻ മലയാളീസിൻ്റെ ഒരു പാക്കേജ് ഉണ്ട്, കോമ്പറ്റീഷൻ മറ്റ് സെക്ഷനിൽ നിന്നുള്ള ഒരു പാക്കേജ് ഉണ്ടാവും. അങ്ങനെ ഒരു 2 ദിവസത്തേക്ക് നമുക്ക് കളിക്കാൻ പറ്റുന്ന സിനിമകളുമായിട്ട് നമ്മൾ ഓൾ ഡിസ്ട്രിക്റ്റിലേക്ക് ഇത് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഒരു ചാനൽ ഇതിൽ നിന്ന് പ്രധാന തിരഞ്ഞെടുത്ത പടങ്ങളെ വന്നിട്ട് ഒരു 15-14 ആഴ്ചത്തെ പ്രോഗ്രാമായിട്ട് ടെലികാസ്റ്റ് ചെയ്യാനും തയ്യാറായി മുമ്പിലേക്ക് വന്നിട്ടുണ്ട്. എന്തായാലും എനിവേ എന്താ പറയുക, എനിക്ക് എല്ലാവരുടെയും ഷോർട്ട് ഫിലിം കാണാൻ പറ്റിയിട്ടില്ല. 2-3 പേരുടെ ഷോർട്ട് ഫിലിമൊക്കെ ഞാൻ കണ്ടിരുന്നു ഇന്നലെ വന്നിരുന്നു. അപ്പം എനിക്ക് വല്ലാണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇദ്ദേഹത്തിൻ്റെ ഷോർട്ട് ഫിലിം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. കണ്ടിരുന്നു ഇന്നലെ ഞാൻ കണ്ടിരുന്നു. അപ്പം ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരു ലാസ്റ്റ് ക്ലൈമാക്സ് വരെ ഞാനൊക്കെ ആദ്യം തന്നെ പടം തുടങ്ങിയപ്പോൾ തന്നെ ഞാനൊക്കെ ഒരു പ്രഡിക്റ്റ് ചെയ്തു കഥ ഇതാണ് എന്നുള്ളത്. ലാസ്റ്റ് ഒന്ന് ഒറ്റ ട്വിസ്റ്റ്, ഒരിക്കലും നമ്മൾ ചിന്തിക്കുന്ന പോലില്ല അങ്ങനെ ഒരു സാധനം എൻ്റെ അത് വരും എന്നുള്ളത് പോലെ. അതുപോലെ ബബിതാൻ്റെ ഷോർട്ട് ഫിലിം ഞാൻ കണ്ടിരുന്നു. എന്തായാലും എനിക്ക് തോന്നുന്നത് എന്നാണെന്നറിയോ, ഇപ്പോൾ രവീന്ദ്രൻ സാറ് നമ്മുടെ തൊട്ടടുത്തിരിപ്പുണ്ട്. സാറിനെ പൊന്തിച്ച് പറയാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ഞാൻ തരികയാണ്. കാരണം ഇതുപോലുള്ളൊരു ഇത്രയൊരു കൂട്ടായ്മ യോജിപ്പിക്കുക, ഇങ്ങനൊരു ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുക, അതൊന്നും മുമ്പ് ആരും ചെയ്തിട്ടില്ല. അപ്പം നിങ്ങൾക്ക് പൊന്തിച്ച് പറയാൻ കിട്ടിയ അവസരങ്ങൾ നിങ്ങൾ മുതലാക്കുക. ഓരോരുത്തർക്ക് തരാം കേട്ടോ. എനിക്കൊരു കാര്യം പറയുന്നുണ്ട്. ഞാൻ സ്റ്റുഡൻസ് ആണല്ലോ, അപ്പൊ ഞങ്ങൾ സ്റ്റുഡൻസ് എല്ലാരും കൂടെ ഒരുമിച്ചൊരു ടീം എഫേർട്ടായിട്ട് ചെയ്യുന്ന പ്രോജക്റ്റ് ആണ്. അപ്പൊ എപ്പോഴും ഒരു പ്രൊഫഷണൽ ലെവലിലേക്ക് അത് എത്തുമോ ഇല്ല എന്നുള്ളത് ചാൻസസ് ഭയങ്കര കുറവാണ്. ആ ഒരു പ്രൊഫഷണൽ ടച്ച് ടെക്നീക്കിലാണെങ്കിലും ആക്ടിങ്ങിലാണെങ്കിലും നമ്മള് ലോ ബഡ്ജറ്റ് 0 ബഡ്ജറ്റിലാണല്ലോ സിനിമ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പ്രൊഫഷണൽ ആക്ടേഴ്സിനൊന്നും വിളിക്കാനൊന്നും പറ്റത്തില്ല. സോ അങ്ങനെയുള്ളപ്പോ മിക്ക ഫിലിം ഫെസ്റ്റിവലിലും എന്താ സംഭവിക്കുന്ന വെച്ചാൽ നമ്മളൊരു ജനറൽ കാറ്റഗറി ആവും. അപ്പൊ പ്രൊഫഷണൽസിന്റെ കൂടെ നമ്മള് വർഷങ്ങളായിട്ട് ഫിലിം ഇൻഡസ്ട്രിയിൽ ഉള്ളവർ ചെയ്ത ഷോർട്ട് ഫിലിംസിന്റെ കൂടെ നമ്മുടെ സിനിമ അയക്കുമ്പോ എക്സ്പോഷർ പോയിട്ട് നമ്മുടെ പേര് പോലും പുറത്തു വരാറില്ല. പക്ഷെ സാറ് നടത്തുന്ന ഫിലിം ഫെസ്റ്റിവലിൽ ക്യാമ്പസ് കാറ്റഗറി എന്ന് പറഞ്ഞ് തന്നെ കൊടുത്തിട്ടുണ്ട്. സോ അപ്പൊ നമുക്ക് നമ്മുടെ അതേ അറ്റ്ലീസ്റ്റ് നമ്മുടെ അതേ ഒരു ഏജ് ഗ്രൂപ്പിലുള്ളവർ ചെയ്ത ഫിലിംസിന്റെ കൂടെ നമ്മുടെ ഫിലിം കമ്പീറ്റ് ചെയ്യുന്നത്. സോ അത് നമുക്കും ഒരു കോൺഫിഡൻസ് തരും. പിന്നെ ആ എക്സ്പോഷർ നമുക്ക് കിട്ടുന്നത്. കാരണം ഞങ്ങളൊക്കെ BA സ്റ്റുഡൻസ് ആണ്. സോ അപ്പൊ ഞങ്ങൾ ചെറുതായിട്ട് തുടങ്ങിയ ഒരു പ്രോജക്റ്റ് ഇത്രയും വലിയൊരു സ്റ്റേജിൽ എത്തി എന്ന് പറയുന്നത് തന്നെ വലിയൊരു സംഭവമാണ്. അതെല്ലാം സാർ ഒറ്റൊരാള് കാരണമാണ്. ഇപ്പം ഞാൻ മാത്രമല്ല, കാരണം ഇതിന്റെ ബാക്ക് ബോണായിട്ട് നിൽക്കുന്നത് മോഹൻലാലാണ്. അപ്പോൾ ഇൻഡസ്ട്രിയുടെ ഏറ്റവും എല്ലാമായ മോഹൻലാൽ. സോ അതുകൊണ്ട് നമുക്ക് എന്തും ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ഇത് ഭയങ്കരമായിട്ട് വളർന്നുപോയി. ഞാനിത് അഡ്വർടൈസ് ചെയ്ത് വളരെ ഫേസ്ബുക്കിലൂടെയാണ് നമ്മളിത് മാർക്കറ്റ് ചെയ്തത്. അപ്പോൾ അത് ഒരു 200 കൂടുതൽ പടം വരാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കയ്യിൽ ഒതുങ്ങൂല എന്ന് മനസ്സിലായി. ഞാൻ നേരെ അപ്പം ലാലുവായിട്ട് ഞാൻ 1 വർഷം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇതുമായിട്ട് സഹകരിച്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുമുണ്ട് എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു ചുമ്മാ സഹകരണം പോരാ, നമ്മളോട് പ്രോഗ്രാമിന് വരുന്ന പോലെ ആവില്ല ഈ പരിപാടി എന്ന് പറഞ്ഞു. പിന്നെ എന്താ ഉദ്ദേശിച്ചു, ഞാൻ പറഞ്ഞു ഇതിൻ്റെ ചെയർമാനായിട്ട് തന്നെ നിൽക്കണം എന്ന് പറഞ്ഞു. കാരണം ഇതിപ്പോൾ ഞാൻ മാത്രം എൻ്റെ കയ്യിൽ ഇത് ഒതുങ്ങുമെന്ന് എനിക്ക് തോന്നണില്ല. കാരണം ഇറ്റ്സ് ബിഗ് ഗോൺ ബിയോണ്ട് ഹാൻഡ്. ആക്ച്വലി 360ഓളം സിനിമകൾ വരിക. അപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ എല്ലാതായിട്ടുള്ള എക്സ്പോഷർ ഞാൻ കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. ഞാൻ അത്രയും ഞാൻ ഓടി എത്തുമെന്ന് എനിക്കൊരു ഒരു വിഷമം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതിന് മുമ്പിൽ നമ്മൾ ചുക്കാൻ പിടിക്കാൻ ഒരാൾ ഇൻഡസ്ട്രിയിൽ നിന്ന് നിൽക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഞാൻ അന്ന് നോക്കുമ്പോൾ ഞാൻ അദ്ദേഹമായിട്ട് ഇത്രയും വർഷമായിട്ടുള്ള സുഹൃബന്ധം ഉള്ളതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ എല്ലാ ഫെസ്റ്റിവലും സഹകരിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ സഹകരിച്ച് പോയാൽ പോരാ എന്ന് തന്നെ ഞാൻ പറഞ്ഞു. ആത്മാർത്ഥമല്ല, അതിന് മുമ്പ് തന്നെ നിൽക്കണം. അപ്പോൾ അത് കറക്റ്റായിട്ട് വന്നു. കാരണം അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഈ ഇരിക്കുന്ന കാര്യങ്ങളെല്ലാം വന്ന് എനിക്ക് ചർച്ച ചെയ്യാൻ പറ്റുമല്ലോ. ബാക്കിംഗ് ഉണ്ടാവും നമ്മൾ. പിന്നെ നമ്മൾ അല്ലെങ്കിൽ ഞാൻ തന്നെയായിട്ട് പോയി ഇതിൻ്റെ ഇടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ. രവി സാറ്
ശരിക്കും പറഞ്ഞാൽ ബാക്ക് ബോൺ തന്നെയാണ്. കാരണം രവി സാറ് ഇതിൻ്റെ കാരണം ഒരു ഫെസ്റ്റിവൽ ഡയറക്ടർ എന്ന നിലയിൽ ഫെസ്റ്റിവലിന് ഷോർട്ട് ഫിലിം അയച്ച എല്ലാവരെയും വിളിച്ചിട്ട് ഇതെന്താ നിങ്ങൾ ഇവൻറ്റിന് വരണം, ഇത് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യുന്നതാണ്, പിന്നെ സെമിനാർസ് ഉണ്ട് അത് മസ്റ്റായിട്ടും കൂടണം, അങ്ങനെ അത് ഉപദേശിക്കുക. ഇങ്ങനെ നിങ്ങൾ ഈ രീതി പഠിക്കണം. ഈ മേക്കപ്പിൻ്റെ അത് പട്ടണ റഷീദ് സാറിൻ്റെ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സാണ് ഇന്ന് ഈവനിങ്ങിൽ എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു ഉത്തേജന. ഞാൻ ഒരുപാട് കോമ്പറ്റീഷനൊക്കെ ഞാൻ അയച്ചിട്ടുണ്ട്, സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്, ചിലത് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വണ്ടടിച്ചു പോയി. ഞാൻ അതുകൊണ്ടാണ് വിളിച്ചിട്ട് ഞാൻ വന്നതും 2-3 ദിവസം ഞാൻ വന്നു ഈ അടുത്തിടയ്ക്ക് തന്നെ. ഇങ്ങനെ ആരും വിളിച്ചത് നമ്മുടെ വീട്ടിൽ ഒരു വലിയേട്ടൻ അല്ലെങ്കിൽ ഒരു വലിയേട്ടൻ വിളിച്ചിട്ട് ഇത് വന്നേ പറ്റുള്ളൂ, ഇതെന്നാ കളിയാ, നിങ്ങൾ പടം അയച്ചിട്ട് നിങ്ങൾ വീട്ടിലിരിക്കുകയാണോ? അപ്പം ഞാൻ അയ്യോ ശരിയാണല്ലോ, ഇദ്ദേഹം ഇങ്ങനെ പറയുന്നല്ലോ. അപ്പം അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥത എന്നെ ശരിക്കും സ്ട്രൈക്ക് ചെയ്തു. അപ്പോൾ അങ്ങനെ ഞാൻ ഓടിയെത്തി. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു വിജയം ഇദ്ദേഹത്തിൻ്റെ നല്ലൊരു എഫേർട്ട്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ മകനുണ്ട്, മകൻ വിളിച്ചിട്ട് നല്ല വളരെ സ്വീറ്റായിട്ട് സംസാരിച്ച് ഇങ്ങനെയാണ് പ്രോഗ്രാം. എപ്പോൾ വിളിച്ചു ചോദിച്ചാലും നമ്മുടെ പേരറിയാം, നമ്മളാരുമല്ല, നമ്മൾ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്യുന്ന ഒരു സാധാരണ ഒരു ലേഡി ഞാൻ. അപ്പോൾ അവർ വിളിച്ചത് ഞാൻ ഇതിനെക്കുറിച്ച് അറിയാൻ വിളിക്കുന്നതാണ്, എൻ്റെ ടൈം മാഡം പറഞ്ഞോളൂ, എനിക്കറിയാം, ഇന്ന ആളല്ലേ, ഇന്ന ഫിലിം. ഞാൻ ഞെട്ടിപ്പോയി. 350 എത്രയോ ഫിലിംസിൽ നിന്നാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇവരെത്ര വെൽ സ്റ്റഡീഡ് ആണെന്ന് ഞാൻ അപ്പം തന്നെ എനിക്ക് മനസ്സിലായി. അതെന്താണെന്നറിയോ, നിങ്ങളെപ്പോലെ പ്രതിഭകളൊക്കെ നമ്മൾ ഓർത്തിരിക്കണ്ടേ അല്ലേ? വളർന്നു വരുന്ന പ്രതിഭകളല്ലേ? നമ്മളത് നിർബന്ധമായിരുന്നു. കാരണം ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന എല്ലാവരോടും ഞാൻ പറഞ്ഞിരുന്നത് ഈ ഒരു ഫിലിം ഉണ്ടാക്കാനുള്ള ഒരു കഷ്ടം എനിക്കറിയാം. ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വന്നതുകൊണ്ട് അപ്പോൾ ആ ഒരു കഷ്ടത്തിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അപ്പോൾ അവരുടെ അധ്വാനത്തിന് അവരുടെ വന്നിട്ടുള്ള ആത്മാവാണിത്. അപ്പം അതിനെ നമ്മൾ റെസ്പെക്ട് ചെയ്താൽ മാത്രമേ അവർക്ക് ഉയർന്നു വരാൻ പറ്റുള്ളൂ. നമ്മളതിനെ നെഗ്ലക്റ്റ് ചെയ്യരുത്. കാരണം അവർ മറ്റെല്ലാത്തിനും വിട്ട് മാറി നിന്നിട്ട് ഒരു സിനിമ എടുക്കുന്നത് വന്നിട്ടുള്ള ഇവരൊക്കെ എല്ലാവരും ഒരുപാട് പ്രശ്നങ്ങളെ തരണം ചെയ്തിട്ടാണ് ഈ സിനിമ എടുക്കാൻ വന്നത്. ഒരു ആണുങ്ങളെ പോലെ അല്ല. നമ്മൾ വളരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ഫീമെയിൽ ഫിലിം മേക്കർ ആവുക എന്ന് പറയുന്നത്, കാരണം ഇവിടെ ഒരു മെയിൽ ചാമണിസം ഉണ്ട്. അതിലേക്ക് കയറുക നമുക്ക് കുറച്ചും കൂടി ബുദ്ധിമുട്ടായിട്ട് സംഭവം തന്നെയാണ്. കാരണം പല ജോലികളും വന്നിട്ടുള്ളത് ഇറ്റ്സ് ഓൺലി ഫോർ മെയിൽ എന്നുള്ളതാണ്. അതിൽ നിന്ന് മാറുകയാണ് ഇപ്പോൾ ഷീറ്റ് ടാക്സി ഉണ്ടായി, ഓട്ടോ ഡ്രൈവേഴ്സ് ഉണ്ടായി, ഡ്രൈവേഴ്സ് ഉണ്ടായി. പുറം രാജ്യങ്ങളിലൊക്കെ ഇത് ഒരുപാട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ എപ്പോഴും വന്നിട്ട് വീട്ടിലേക്ക് മാറ്റപ്പെടുന്ന ഒരു സമൂഹമായിട്ട് മാറിയിട്ടുണ്ട് സ്ത്രീ സമൂഹം. അതിൽ നിന്ന് മാറി ഇവരൊരു ഫിലിം എടുക്കുകയാണ്. അപ്പോൾ ആ ഒരു ഫിലിം എടുക്കുമ്പോൾ അതിന് പിന്നിൽ ഇവർ ഒരുപാട് കാര്യങ്ങൾ, കാരണം എന്ന് പറഞ്ഞാൽ ഭക്ഷണം ഉണ്ടാക്കുന്ന തൊട്ട് അടുക്കള കാര്യങ്ങൾ തൊട്ട് വീട്ടിലെ മറ്റു കാര്യങ്ങൾ തൊട്ട് ബാക്കി എല്ലാവരെയും മെയിൻറ്റെയിൻ ചെയ്യുന്നത് തൊട്ട് പിന്നെ ഇവരത് ഇറങ്ങി പുറപ്പെടാൻ നേരത്തെ ഇവർ ഫേസ് ചെയ്യുന്ന മറ്റ് പ്രശ്നങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഈ ഫിലിം മേക്കിങ്ങിലുണ്ട്. ഇതിനെല്ലാം തരണം ചെയ്തിട്ട് ഒരു സിനിമ എടുക്കുന്നവരെ നമ്മൾ തീർച്ചയായിട്ടും റെസ്പെക്ട് ചെയ്യണം. അത് ഇതിനൊക്കെ നമ്മുടെ മീറ്റിങ്ങിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് ഇവരെ ട്രെയിൻ ചെയ്തേക്കണാണ്, ചെയ്തിരിക്കണം. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു പ്രോത്സാഹനം ഉള്ളതുകൊണ്ടായിരിക്കാം നമ്മളെ പോലെയുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് വീണ്ടും ഇതുപോലെയുള്ള ഇപ്പം എനിക്ക് തന്നെ എന്നെ തന്നെ ഇപ്പം രവീന്ദ്രൻ സാറാണ് ഇതിലേക്ക് വിളിച്ചത്. സാറ് എൻ്റെ ഷോർട്ട് ഫിലിം കണ്ടിരുന്നു. സാറ് ഞാൻ നേരത്തെ വാട്സപ്പിനകത്ത് സാറിന് ഇങ്ങനെ അയച്ചു കൊടുത്തിരുന്നു, ഇങ്ങനെ സാർ ഇങ്ങനെ ഒരു സാധനം ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. സാറ് അത് കണ്ടു. സാറത് കണ്ടിട്ട് എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു നന്നായിട്ടുണ്ട് ശ്രേയ, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാനത് സാറുമായിട്ട് എനിക്ക് പരിചയം വരാൻ കാര്യം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ സാറിൻ്റെ കൂട്ടത്തിൽ ഞങ്ങളൊരു പടം ചെയ്തു. ഞങ്ങൾ മധു കൈതപ്പുറം സാറിൻ്റെ ജോൺ ബ്രിട്ടാസ് നായകനായിട്ടുള്ള വെള്ളി വെളിച്ചത്തിൽ മൂവിയിൽ ഞങ്ങൾ ഒന്നിച്ച് അഭിനയിച്ചു. അങ്ങനെയാണ് സാറുമായിട്ട് എനിക്ക് ഇത്രയും കോൺടാക്ട് വരാൻ കാര്യം. അപ്പോൾ ഞാനിത് ചെയ്തതിന് ശേഷം സാറിന് ഞാനിത് എൻ്റെ ലിങ്ക് അയച്ചു കൊടുത്തു. സാറ് കണ്ടു, അഭിപ്രായം പറഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ഒരു മെട്രോ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ വരുന്നുണ്ട്, നീ അതിലേക്ക് അയക്കാൻ പറഞ്ഞുകൊണ്ടാണ് തീർച്ചയായിട്ടും ഞാൻ അതിലേക്ക് അയച്ചതും. എനിക്കിപ്പോൾ ഇങ്ങനെ വിളിച്ചിട്ട് ഇപ്പോൾ ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ ഇത്രയും പേരുടെ ഇടയ്ക്ക് എനിക്ക് ഇരിക്കാൻ കഴിഞ്ഞത് എനിക്ക് ഭയങ്കര ഒരു വലിയ സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണ്. തീർച്ചയായിട്ടും സാർ.